ഗുഡ് മോർണിംഗ്. എല്ലാവരും സേഫ് ആയിരിക്കുന്നല്ലോ അല്ലേ? അപ്പം നമ്മൾ ഇക്കണോമിക്സിൻ്റെ മൈക്രോ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇക്കണോമിക്സിൻ്റെ ഒറിജിൻ നമ്മൾ പഠിച്ചു, ഇക്കണോമിക്സിൻ്റെ ഡെഫിനേഷൻസ് നമ്മൾ നോക്കി, അതുപോലെ മൈക്രോ ഇക്കണോമിക്സിൻ്റെ മീനിങ് നമ്മൾ പഠിച്ചതാണ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇക്കണോമിക്സിൻ്റെ തന്നെ ബേസിക് ആയിട്ടുള്ള ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കണം. ഒപ്പം ബേസിക് ആയിട്ടുള്ള ഇക്കണോമിക് പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവർത്തനങ്ങൾ. ഓക്കെ, activities are generally classified into two. Activities are generally classified into two. Which are they? Economic activities and non-economic activities. Okay, but economic activities എന്ന് പറഞ്ഞാൽ എന്താണ്? Activities done for monetary gain or activities aiming at generating income. നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ള പർപ്പസോട് കൂടി ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് എന്ത് പേര് പറയുക? ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കാം? ദേ ആർ നോട്ട് എയിമിംഗ് എനി മോണിറ്ററി ഗെയിൻ, അതായത് ആക്ടിവിറ്റീസ് വിച്ച് ഡസന്റ് ജനറേറ്റ് എനി ഇൻകം. ഇൻകം ജനറേറ്റ് ചെയ്യാത്ത ആക്ടിവിറ്റീസിനെ നമുക്ക് നോൺ ഇക്കണോമിക് എന്ന് പറയാം. ഇൻകം ജനറേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അതിന് നമുക്ക് ഇക്കണോമിക് എന്ന് പറയാം. ഓക്കെ, ഈ രണ്ട് തരത്തിലാണ് ആക്ടിവിറ്റീസ് വരിക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ടീച്ചർ സ്കൂളിൽ പഠിപ്പിക്കുകയാണെന്ന് കരുതുക. ഇപ്പൊ ഞാൻ ഒരു ടീച്ചറാണ്, ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. അപ്പൊ ആ പഠിപ്പിക്കുന്നതിലൂടെ എനിക്ക് സാലറി കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു എക്സാമ്പിൾ. സെയിം ആക്ടിവിറ്റി ഞാൻ എന്റെ വീട്ടിൽ എന്റെ മക്കളെ പഠിപ്പിക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഫസ്റ്റ് കേസിൽ ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്നു, അതിൽ നിന്ന് എനിക്ക് സാലറി കിട്ടുന്നു, അപ്പോൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. സെക്കൻഡ് വൺ എന്താണ്? നമ്മുടെ സ്വന്തം മക്കളെ പഠിപ്പിക്കുമ്പോൾ വീട്ടിലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഇൻകം കിട്ടുന്നില്ല. ഇപ്പൊ നമ്മൾ വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്, അവിടെയും നമ്മൾ എന്ത് കിട്ടുന്നില്ല? ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഈ രണ്ട് ആക്ടിവിറ്റീസ് നമുക്ക് ആ എക്സാമ്പിൾ എടുക്കുമ്പോൾ നമുക്ക് ഇത് ക്ലിയർ ആവും. ഇൻകം ജനറേറ്റ് ചെയ്യുവാണെങ്കിൽ അത് ഇക്കണോമിക് ആവും, ഇൻകം ജനറേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നോൺ ഇക്കണോമിക് ആവും. ഓക്കെ, അപ്പോൾ ഇക്കോണമിയിലെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ബേസിക് ആയിട്ടുള്ള ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഏതൊക്കെയായിരിക്കാം? പ്രധാനപ്പെട്ട ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ, കൺസംഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, പ്രൊഡക്ഷൻ, കൺസംഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആർ ദി ബേസിക് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. നമുക്കറിയാം എന്താണ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ? പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്സ് ഇൻടു ഔട്ട്പുട്ട്. ഇൻപുട്സിനെ ഔട്ട്പുട്ടിലോട്ട് മാറ്റുന്ന പ്രോസസ്സിനെയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുക, ഇല്ലേ? കൺസംഷനോ? കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ട് ഓഫ് യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ വാണ്ട്സ് ഉണ്ടാവുമ്പോൾ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യണം. സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ യൂസ് ചെയ്യും, അല്ലേ? അങ്ങനെ യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റീനെ നമുക്ക് എന്ത് പേരിൽ പറയാം? കൺസംഷൻ എന്ന് പറയും. ഓക്കെ, തേർഡ് വൺ ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഷെയറിംഗ് ഓഫ് ഇൻകം, ഷെയറിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് നമ്മൾ ഓൾറെഡി പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ഗുഡ്സിനെ എന്താണ് ഇൻഡിവിജ്വൽസിനിടയ്ക്ക് സപ്ലൈ ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. അപ്പൊ ഏതൊരു ഇക്കോണമിയുടെയും ബേസിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇത് മൂന്നുമായിരിക്കും. ഏതൊക്കെയാണ്? പ്രൊഡക്ഷൻ, കൺസംഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. വാട്ട്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദീസ് ആക്ടിവിറ്റീസ്? എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഇക്കണോമിക് ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക? ബിക്കോസ് ഫോർ ദി പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദി ഇക്കോണമി ദീസ് ആക്ടിവിറ്റീസ് ആർ വെരി എസെൻഷ്യൽ. ഒരു ഇക്കോണമിയിൽ ഈ മൂന്ന് ആക്ടിവിറ്റീസും ഇഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ എന്തുണ്ടാവത്തുള്ളൂ? ഒരു ഇക്കോണമി പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യത്തുള്ളൂ. കാരണം ഇത് മൂന്നും ലിങ്ക്ഡ് ആണ്, ഇന്റർലിങ്ക്ഡ് ആണ്. പ്രൊഡക്ഷൻ, ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെ? സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? നമുക്ക് തൊഴിലവസരമുണ്ട്, നമ്മൾ സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നു, രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ ജോലി ചെയ്യുന്നു, അതിലൂടെ നമുക്ക് ഇൻകം കിട്ടുന്നു. അപ്പൊ പ്രൊഡക്ഷൻ ജനറേറ്റ്സ് ഫോർ ഇൻകം. അപ്പൊ നമ്മുടെ കയ്യിൽ ഇൻകം കിട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അത് ഉപയോഗിച്ച് സാധനങ്ങൾ മേടിക്കും, അല്ലേ? അപ്പൊ ഇൻകം ജനറേറ്റ്സ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പൊ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസിന് ഡിമാൻഡ് വരും. അപ്പൊ അവിടെ നമുക്ക് ഇൻകം നമ്മുടെ കയ്യിൽ കിട്ടി, ആ ഇൻകം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ? ഡിമാൻഡ് ചെയ്യുന്നു. ഡിമാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ കൺസംഷൻ ആയി. അപ്പോൾ ഈ മൂന്ന് ആക്ടിവിറ്റീസും, അതായത് പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആർ ഇന്റർ റിലേറ്റഡ് എന്ന് നമ്മൾ ഓർക്കുക. അപ്പോൾ പ്രൊഡക്ഷൻ എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആക്ടിവിറ്റി. പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു, അല്ലെ? ഇൻപുട്സിനെ ഔട്ട്പുട്ടിലോട്ട് മാറ്റുന്ന പ്രോസസ്സാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ വാണ്ട്സിന്റെ പ്രത്യേകത എന്താണ്? അൺലിമിറ്റഡ് ആണ്, ഇഷ്ടംമാതിരി വാണ്ട്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒന്നോ രണ്ടോ ആൾക്കാരല്ല, എല്ലാ ഇക്കോണമിയിലുള്ള എല്ലാവരുടെയും വാണ്ട്സ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണം. ഇപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ച്
ഇന്ത്യയിൽ തന്നെ നമുക്ക് 138 കോടിയോളം ജനങ്ങളുണ്ട് അല്ലെ. ആസ് എ ഹോൾ വേൾഡ് എടുക്കുമ്പോൾ 780 കോടിയോളം ജനങ്ങളുണ്ട് വേൾഡ് പോപ്പുലേഷൻ. അപ്പൊ എല്ലാവർക്കും ആവശ്യങ്ങളുമുണ്ട്. അപ്പൊ എല്ലാവരുടെയും ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റിസോഴ്സസിന്റെ അവൈലബിലിറ്റി ഇല്ല. ആ റിസോഴ്സിന്റെ പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താണ്? റിസോഴ്സസ് ആർ സ്കേഴ്സ് അല്ലെ. റിസോഴ്സസ് ആർ സ്കേഴ്സ് ആസ് വെൽ ആസ് ദേ ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർക്കുക, ഇക്കോണമിയിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡുമാണ്, ഒപ്പം ദേ ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. ബട്ട് നമ്മുടെ പബ്ലിക്കിന്റെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന്റെ വോൺസ് എങ്ങനെയാണ്? വോൺസ് ആർ അൺലിമിറ്റഡ് ആണല്ലോ. അപ്പം there is a mismatch between these two. ഏതൊക്കെയാ? ലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് അൺലിമിറ്റഡ് വോൺസ്. അപ്പൊ ഈ സിറ്റുവേഷനിലാണ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇക്കോണമി ഒരു പ്രോബ്ലം, സ്വാഭാവികമായിട്ടും ഇക്കോണമിക്ക് പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വരും. എന്താണ് പ്രോബ്ലം? ഹൗ ടു അലോക്കേറ്റ് ദീസ് സ്കേഴ്സ് റിസോഴ്സസ്. അപ്പോൾ ഇക്കോണമിയുടെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? പ്രോബ്ലം ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ഓർത്തോളൂ, പ്രോബ്ലം ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആണ് ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം. Why this problem arise? Because of these scarce resources and unlimited bonds. അപ്പോൾ പ്രോബ്ലം എറേസ് ചെയ്യാൻ ഇപ്പൊ നമ്മൾ നോക്കുക, ഇഷ്ടം പോലെ വേൾഡിൽ തന്നെ റിസോഴ്സസ് അബണ്ടന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് കരുതുക. ഇക്കോണമി എല്ലാ രാജ്യങ്ങളിലും റിസോഴ്സസ് അബണ്ടന്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ? ഒരു പ്രോബ്ലം ഇല്ല. കാരണം നമ്മുടെ എല്ലാ വോൺസും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തുണ്ട്? പ്രൊഡക്ഷൻ നടത്താം. പക്ഷെ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? റിസോഴ്സസ് എന്ന് പറയുന്നത് സ്കേഴ്സ് ആണ് അല്ലെ. സ്കേഴ്സിറ്റി ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മുന്നിൽ ഓപ്ഷൻ ഉണ്ടാവും. എന്താണ്? എല്ലാ വോൺസും പറ്റില്ല. അപ്പൊ നമ്മൾ യു ഹാവ് ടു മേക്ക് ചോയ്സ് ബിറ്റ്വീൻ അവർ വോൺസ്. വോൺസിനിടയ്ക്ക് നമ്മൾ ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പ്രോബ്ലം എറേസ് ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. എന്താണ്? അലോക്കേഷൻ ഓഫ് പ്രോബ്ലം ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. അലോക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപയോഗിക്കുക. ഹൗ ടു അലോക്കേറ്റ് ദിസ് അവൈലബിൾ റിസോഴ്സസ് ഇസ് ദ ബേസിക് പ്രോബ്ലം. ഓക്കെ, അപ്പൊ ഈ അലോക്കേഷനുള്ള പ്രോബ്ലം റിലേറ്റ് ചെയ്യുക വാട്ട് ടു പ്രൊഡ്യൂസ് എന്നാണ്. അതായത് ഒരു ഇക്കോണമിയിൽ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? നമുക്ക് വോൺസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഫുഡ് ഐറ്റംസ് വേണം അല്ലെ, ഡ്രസ് മെറ്റീരിയൽസ് വേണം, പിന്നെ എക്യുപ്മെന്റ്സ് വേണം, അതായത് വെഹിക്കിൾസ് വേണം. നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് മൊബൈൽ ഫോൺ വേണം, വീട് വേണം, ഹോസ്പിറ്റൽസ് വേണം, എഡ്യൂക്കേഷണൽ സ്കൂൾ വേണം, കോളേജ് വേണം, ഇഷ്ടംമാതിരി നമുക്ക് ആവശ്യങ്ങളുണ്ട്. അപ്പൊ എല്ലാ വോൺസും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്താണ്? വാട്ട് ടു പ്രൊഡ്യൂസ് അല്ലെ. എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരിക? ഇറ്റ്സ് ദ ബേസിക് ക്വസ്റ്റ്യൻ ഓർ ബേസിക് പ്രോബ്ലം. അപ്പോൾ വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? പ്രോബ്ലം ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ഓക്കെ, അലോക്കേഷൻ, ഹൗ ടു അലോക്കേറ്റ് ദി സ്കേഴ്സ് റിസോഴ്സസ് ഈസ് റിലേറ്റഡ് വിത്ത് വാട്ട് ടു പ്രൊഡ്യൂസ്. ഏതോ ടു പ്രൊഡ്യൂസ് കൺസ്യൂമർ ഗുഡ്സ്. നമ്മൾ കൺസ്യൂമർ ഗുഡ്സ് ആണോ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി, അതോ ക്യാപിറ്റൽ ഗുഡ്സ് ആണോ? ഇപ്പൊ നമ്മൾ വാർ സിറ്റുവേഷൻ വരുവാണ് അല്ലെ. ഇപ്പം ഇപ്പോൾ എന്താണ്? നെയ്ബറിംഗ് കൺട്രീസുമായിട്ട് കോൺഫ്ലിക്റ്റ് ഒക്കെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്തിനാവും ഇമ്പോർട്ടൻസ് കൊടുക്കാം? ഡിഫൻസ് എക്യുപ്മെന്റ്സിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, അതല്ല ഒരു നാച്ചുറൽ കലാമിറ്റി, മീൻസ് എന്തെങ്കിലും എപ്പിഡമിക്സ് ഒക്കെ വരുവാണെങ്കിൽ, നമ്മൾ കൊറോണ പോലെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്തിനൊക്കെ ആയിരിക്കും? അതിന്റെ ടെസ്റ്റിംഗ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സിന്, അതിന്റെ മെഡിസിൻസ്, അതിനായിരിക്കും നമ്മൾ വെഹിക്കിൾസിനെക്കാളും പ്രാധാന്യം ഈ സിറ്റുവേഷനിൽ നമ്മൾ എന്തിനോട്ട് മാറ്റും? ഇങ്ങനെയുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് അങ്ങനെയുള്ള ഗുഡ്സിനോട്ടായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക. അപ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം. ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം? അപ്പോൾ ഹൗ ടു പ്രൊഡ്യൂസ് പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത് എന്തിനാണ്? മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓർ ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ. ഏത് മെത്തഡോളജി, ഏത് ടെക്നിക് അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഡീൽ ചെയ്യുക. ഓക്കെ, ഇപ്പൊ പ്രധാനമായിട്ടും ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് രണ്ട് മെത്തഡാണ് നമ്മൾ ഫോളോ ചെയ്യുക. ഒന്ന് ലേബർ ഇന്റൻസീവ് ടെക്നിക്. ഓക്കെ, സെക്കൻഡ് വൺ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്. ഇന്റൻസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റൻസീവ് മീൻസ് യൂസിങ് മോർ ഓഫ് ആൻഡ് ലെസ് ഓഫ് അതർ എന്നാണ് മീനിങ്. ഇപ്പൊ ലേബർ ഇന്റൻസീവ് ടെക്നിക് എന്ന് പറഞ്ഞാൽ യൂസിങ് മോർ ഓഫ് ലേബർ ആൻഡ് ലെസ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, ഇപ്പൊ ലേബർ ഇന്റൻസീവ് ടെക്നിക് എന്ന് പറഞ്ഞാൽ ഏത് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യണം? ലേബേഴ്സിനെ, അതായത് തൊഴിലാളികളെ കൂടുതൽ ഉപയോഗിക്കുകയും ക്യാപിറ്റൽ മെഷീൻസിനെ കുറച്ച് ഉപയോഗിക്കുകയും ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പേരിൽ പറയുക? ലേബർ ഇന്റൻസീവ് ടെക്നിക് എന്ന് പറയുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? യൂസിങ് മോർ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലെസ് ഓഫ് ലേബർ. മെഷീൻസ് കൂടുതൽ ഉപയോഗിക്കുകയും ലേബേഴ്സിനെ കുറച്ച് ഉപയോഗിക്കുകയും ചെയ്യുന്ന മെത്തേഡാണ് ഏത്? ക്യാപിറ്റൽ ഇന്റൻസീവ് മെത്തേഡ്.
ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഓർക്കുക എന്തിനെ ഡീൽ ചെയ്യുന്നു? മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ. പ്രധാനമായിട്ടും രണ്ട് മെത്തേഡ്സ് ആണ് ഉണ്ടാവുക, ലേബർ ഇന്റൻസീവ് മെത്തേഡ് ആൻഡ് ക്യാപിറ്റൽ ഇന്റൻസീവ് മെത്തേഡ്. അപ്പോൾ ഇക്കോണമിയിൽ അവൈലബിലിറ്റി ഓഫ് ഫാക്ടേഴ്സിനനുസരിച്ച് നമുക്ക് ഈ ഡിസിഷൻ എടുക്കാം അല്ലേ? ഇപ്പൊ ലേബർ അബണ്ടന്റ് ആയിട്ടുള്ള ഇക്കോണമി ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഇക്കോണമിക്ക് എന്താവും പ്രിഫർ ചെയ്യാൻ പറ്റുക? ലേബർ ഇന്റൻസീവ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാം. ക്യാപിറ്റൽ റിച്ച് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഹൈ ആയിട്ടുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള ഇക്കോണമി ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഇക്കോണമിക്ക് ഏത് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാം? ക്യാപിറ്റൽ ഇന്റൻസീവ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാം. ഇപ്പൊ ലേബർ ഇന്റൻസീവ് ആകുമ്പോൾ അതിന് പ്രൊഡക്ടിവിറ്റിയെ അഫക്ട് ചെയ്യും, പ്രൊഡക്ഷൻ കുറവായിരിക്കും, കാരണം ലോങ് പീരീഡ് ഓഫ് ടൈം ഈസ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദിസ് ഔട്ട്പുട്ട് അല്ലേ? അപ്പൊ മെഷീൻസ് കൂടുതൽ വന്നാൽ എന്തുണ്ടാവും? മെഷീൻസ് കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഇൻകം കൂടുതൽ ജനറേറ്റ് ചെയ്യാൻ കഴിയും എന്നൊക്കെ ഉള്ള ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. നേരെ മറിച്ച് ലേബർ ഇന്റൻസീവ് എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കുറവാണെങ്കിലും അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്യാൻ ബി ക്രിയേറ്റഡ്. ഓക്കെ, അപ്പൊ ഒരു പോപ്പുലേഷൻ റിച്ച് ആയിട്ടുള്ള ഇക്കോണമി ആണെങ്കിൽ ഇറ്റ് ഈസ് പ്രിഫറബിൾ. ഏത് പ്രിഫർ ചെയ്യാം? നമുക്ക് ലേബർ ഇന്റൻസീവ് ടെക്നിക്ക് അഡോപ്റ്റ് ചെയ്യാം. ഇപ്പൊ രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഹൗ ടു പ്രൊഡ്യൂസ്. ഓക്കെ, ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് റിലേറ്റഡ് വിത്ത് എന്തുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും? ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ ഓർ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ. രണ്ട് ടെക്നിക്സ് ഏതൊക്കെയാണെന്നൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ദ തേർഡ് പ്രോബ്ലം എന്ന് പറയുന്നത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം? ഓക്കെ, for whom to produce is related with what? Distribution of income and goods and services. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്സ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകത്തിനെയാണ് പ്രധാനമായിട്ടും നമ്മൾ എന്തിന് ഡീൽ ചെയ്യുക? ഫോർ ഹൂം ടു പ്രൊഡ്യൂസിൽ ഡീൽ ചെയ്യുക. അപ്പോൾ ആർക്കിടയിലാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, ഓൾറെഡി പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ഗുഡ്സിന് ആർക്കിടയിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നടത്തുക? ഇൻകം ലോ ഇൻകം പീപ്പിൾസിന് ഇടയ്ക്കാണോ, അല്ലെങ്കിൽ ഹൈ ഇൻകം പീപ്പിൾസിന് ഇടയ്ക്കാണോ, അതോ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോ എന്നൊക്കെ ഉള്ള പ്രോബ്ലം ആയിരിക്കും ഏതിൽ വരിക? ഫോർ ഹൂം ടു പ്രൊഡ്യൂസിൽ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ പോർഷൻസ് ഏതൊക്കെയാണെന്ന് ഓർമ്മയാണല്ലോ അല്ലേ? ആക്ടിവിറ്റീസ് ആണ്. ആക്ടിവിറ്റീസിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, ഇക്കണോമിക് എന്നും നോൺ ഇക്കണോമിക് എന്നും. ഓക്കെ, ദെൻ ബേസിക് ആയിട്ടുള്ള ഇക്കണോമിക് ആക്ടിവിറ്റീസ് നോക്കി. ഏതൊക്കെയാണ്? പ്രൊഡക്ഷൻ, കൺസംഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ദെൻ അടുത്ത ടോപ്പിക് എന്നത് ഏതാണ്? സെൻട്രൽ പ്രോബ്ലംസ് ഓർ ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ്. എന്തൊക്കെയാണ് നമ്മുടെ ബേസിക് പ്രോബ്ലംസ്? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. അതർവൈസ് നമുക്ക് പ്രോബ്ലംസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? പ്രോബ്ലം ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എന്നും പ്രോബ്ലം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നും. ഓക്കെ, പ്രോബ്ലം ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഇസ് റിലേറ്റഡ് വിത്ത് വാട്ട് ടു പ്രൊഡ്യൂസ്. ഓക്കെ, ഹൗ ടു പ്രൊഡ്യൂസ് ഈസ് റിലേറ്റഡ് വിത്ത് എന്താണ്? ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ ഓർ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ. ആൻഡ് ദ തേർഡ് പ്രോബ്ലം distribution of goods and services is related with what? For whom to produce. ഓക്കെ, സെൻട്രൽ പ്രോബ്ലംസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് ഓർക്കുക എന്താണ്? പ്രോബ്ലം ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ദീസ് ടു ആർ ദി ബേസിക് പ്രോബ്ലംസ് ഓർ സെൻട്രൽ പ്രോബ്ലംസ്. അത് അലോക്കേഷൻ ഓഫ് റിസോഴ്സസുമായിട്ട് റിലേറ്റഡ് ആണ് ഏത് പ്രോബ്ലം വരിക? വാട്ട് ടു പ്രൊഡ്യൂസ്. ഓക്കെ, വാട്ട് ടു പ്രൊഡ്യൂസ്, how to produce and for whom to produce. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലാസ് കാണുക, കണ്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുക. ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ആയി തന്നെ കൊടുക്കുക. ഓക്കെ, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.